Good morning, friends. Hope you are fine. I would like to share something with you about English as a fun language. Please listen to these words. I am a weakish speller. Please try to rearrange these letters to get a word. Got a name? Yes, it's the name of a magnificent personality in the English language history. He is widely regarded as the world's greatest dramatist. He was the Bard of Avon, the great William Shakespeare. In fact, it was true about Shakespeare. He was a weakish speller. A word or phrase formed by rearranging the letters of a different word or phrase is called an anagram. The name William Shakespeare itself is an example of anagram. ഇംഗ്ലീഷ് ഭാഷാ ചരിത്രത്തിലെ ഒരു പൊൻതൂവലാണ് വില്യം ഷേക്സ്പിയർ. അദ്ദേഹം ഇല്ലാതിരുന്നെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ ഇന്നത്തെ രൂപത്തിൽ ആകുമായിരുന്നില്ല, തീർച്ച. അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ നാഷണൽ പോയറ്റ് എന്നാണ് അറിയപ്പെടുന്നത്, അതായത് ബാർഡ് ഓഫ് ഏവൺ. നാടകകൃത്ത്, കവി, നടൻ, എഴുത്തുകാരൻ എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ചെറിയ നർമ്മം ഒളിഞ്ഞുകിടപ്പുണ്ട്. അതും ഇംഗ്ലീഷ് ഭാഷയിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. സ്പെല്ലിങ്ങിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വലിയ കണിശക്കാരനായിരുന്നില്ല. വില്യം ഷേക്സ്പിയർ എന്ന പേരിലെ അക്ഷരങ്ങളെ മാറ്റി എഴുതിയാൽ ഐ ആം എ വീക്കിഷ് സ്പെല്ലർ എന്ന് കിട്ടുന്നു. ഇംഗ്ലീഷ് ഭാഷയെ വളരെ രസകരമാക്കുന്ന ഒരു പ്രത്യേകതയാണ് അനഗ്രാം എന്ന് പറയുന്നത്. ഒരു വാക്കിലെയോ പദസമൂഹത്തിലെയോ അക്ഷരങ്ങളെ മാറ്റിമറിച്ചെഴുതിയാൽ മറ്റൊരു വാക്കോ പദസമൂഹമോ കിട്ടുന്നു. ഇതിനെയാണ് അനഗ്രാം എന്ന് പറയുന്നത്.